യെസ്, നമ്മള് എ ഐ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റുഡൻസും ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരില്ലേ നമ്മൾ അസൈൻമെന്റ്സും വർക്കൊക്കെ കൊടുക്കുമ്പോൾ? അപ്പൊ ഇത് എ ഐ ക്രിയേറ്റ് ചെയ്തത് തന്നെ ആണോ അതോ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെ അറിയാൻ നമുക്കൊരു വഴിയുണ്ട്. എ ഐ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എ ഐ ഡിറ്റക്ടർ. അപ്പൊ എ ഐ ഡിറ്റക്ടറിന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ക്വിൽ ബോട്ടിന്റെ ഒന്ന് വരും, പിന്നെ കുറെ ഉണ്ടാവും വേറെ സീറോ GPT എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ ജസ്റ്റ് നോക്കാം. ഫ്രീ എ ഐ ഡിറ്റക്ടർ ക്വിൽ ബോട്ടിന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ പേസ്റ്റ് ടെക്സ്റ്റും അപ്ലോഡ് ഡോക്യുമെന്റും ഉണ്ടാവും. ഇപ്പൊ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ടാണ് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ, ഇനി അതായത് നോട്ട്സ് ആയിട്ട് അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഡോക്യുമെന്റ് ആക്കിയിട്ട് എത്ര പേജ് ഉണ്ട് നമുക്കൊരു ഡോക്യുമെന്റ് ആക്കിയിട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല പേസ്റ്റ് ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ അവര് അയച്ച നോട്ട്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഇപ്പൊ ഞാന് ഒരു ആളുടെ ചാനൽ വന്നൊരു ന്യൂസ് ജസ്റ്റ് അല്ല മീൻസ് ആള് അയച്ചത് ജസ്റ്റ് കുറച്ച് ഇത് ഇട്ടതാണ്. അപ്പൊ ഇത് നമുക്ക് എ ഐ ക്രിയേറ്റഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതില് ഡിറ്റക്ട് എ ഐ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അനലൈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി എത്രത്തോളം എ ഐ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എ ഐ ജനറേറ്റഡ് 70% ആൻഡ് ഹ്യൂമൻ റിട്ടേൺ 83%. ഓക്കെ, സോ അതിൽ എ ഐ കുറച്ചേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താണ് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണാം. ഓക്കെ, സോ ഇതിൽ എ ഐയുടെ യൂസ് ഉണ്ട് എങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആൾ തന്നെയാണ്. ഓക്കെ, സോ ആളെ സ്വന്തം ഡയലോഗ്സുകളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആളായിട്ട് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതിനെ നമ്മൾ എ ഐ വെച്ചിട്ട് ആളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. എഗെയിൻ നമുക്ക് വേറെ ഒന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ChatGPT പോയിട്ട് നമുക്ക് ChatGPT തന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതില് ഒരു ഹിസ്റ്ററി എടുത്തിട്ട് മുൻപത്തെ ഒരു ചാറ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. ഉം. ഇവിടെ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ChatGPT ഒന്ന് കൊണ്ടുപോയി നോക്കാം കേട്ടോ. പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന് താഴെ നമ്മൾ പോയിട്ട് ഇതിന് ഡിറ്റക്ട് എ ഐ കൊടുക്കാം. ഡിറ്റക്ട് എ ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്രത്തോളം എ ഐ ഉണ്ട് എന്നുള്ളത്. ഇത് 100%ഉം എ ഐ ജനറേറ്റഡ് ആണ്. അതില് ഹ്യൂമന്റെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ മറികടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. കാരണം ഇത് ഹ്യൂമനൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാം? നമുക്ക് എ ഐ ഉണ്ടാക്കി തരുന്ന ആൻസറുകളെ ഹ്യൂമനൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോ എല്ലാ സ്റ്റുഡൻസും എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും, നമ്മളും എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളാവണം. അതുകൊണ്ട് തന്നെ സോ ഹ്യൂമനൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കതിനെ ഹ്യൂമനൈസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതായത് നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹ്യൂമനൈസ് ദിസ് ആൻസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് റോബോട്ടിക് ആൻസറിനെയൊക്കെ കുറച്ചും കൂടി ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും അതിൽ നമുക്ക് കിട്ടുക. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.